അവിടെ നാതി. ഓ കുര്യച്ചൻ മുതലാളി നമസ്കാരം. നമസ്കാരം. നാട്ടുകാരുടെ മുമ്പിൽ വെച്ചോ. ആ ഇയാൾ എന്തുണ്ടാക്കാനോ മാനേജറാണെന്ന് പറഞ്ഞോണ്ട് ഇരിക്കുന്നേ? എന്നാ പറ്റി? കുര്യച്ചൻ ഇരിക്ക്. ഇരുന്നുണ്ടറങ്ങാനൊന്നും വന്നൊന്നുമല്ല. ആ ഗോവന്റെ ബോട്ട് എത്തിയ നേരം എന്തായി? അത് കുര്യച്ച ഇയാൾ ഇനിയൊന്നും പറയണ്ട. നാളെ ഉണ്ടാക്കുന്നു പറയാൻ തുടങ്ങിട്ട് നാളെ കുറയായി. ഇനിയിപ്പോ നാളെ നോക്കണ്ട, ഇന്ന് ജപ്തി ചെയ്തിരിക്കണം. കാശടച്ച ആളിന്റെ ബോട്ട് ജപ്തി ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ എന്താ? ഇന്ന് രാവിലെ അവൻ കാശടച്ചു. ഗോപനാണ് ഈ വീടിന്റെ ഐശ്വര്യം. അത് കെട്ടുപോകരുതെന്നും പറഞ്ഞ് രമണിച്ചെടുത്തിയും ജലജച്ചെടുത്തിയും കൈ കിടന്ന വളയും മാലയും ഊരി തന്നൊരു പറച്ചില. വിറ്റോ പണയം വെച്ചോ ബാങ്കിൽ പോയി ലോൺ അടയ്ക്കാൻ. എടാ, ഭാഗ്യം ഏട്ടത്തിമാരുടെ രൂപത്തിലും വരുമെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. മനസ്സിലായി. പൊന്നിനേക്കാൾ വലുതാണ് കുടുംബത്തിന്റെ സന്തോഷമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ. നാളെ കാണാം. ജോക്കർ ജോസ് പാൻഡേ കയറിയോ? അപ്പൊ അത് നീ അറിഞ്ഞില്ലേ? ഇല്ല. അവനിപ്പോ ഇവിടുത്തെ 10 രൂപയുടെ കളിയൊന്നും പോരാന്ന് 1000 രൂപയുടെ കളി ആലപ്പുഴയിലുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകാൻ ബോട്ട് കാത്ത് നിൽക്കുക. അവസാനം നിക്കറും കയറിയേ വരൂ. എന്താ അവന്റെ ഗെറ്റപ്പ്? നിന്റെ കാശ് പോക്കാ. വടകോപ ചന്ദ്രേട്ടാ, മാമച്ചൻ എന്തോ ഉറപ്പിച്ചിട്ടുള്ള പോക്ക. ഹലോ, എങ്ങോട്ടാ? നിന്നോട് പറയേണ്ട കാര്യമില്ല. വേണ്ട, പക്ഷെ വിസയുടെ ബാലൻസ് 10,000 രൂപ എനിക്ക് തിരിച്ചു തരുന്ന കാര്യം ഇപ്പൊ പറയേണ്ടി വരും. ഏത് 10,000? നീയും എന്റെ ഭാര്യ മേരിക്കുട്ടി തമ്മിൽ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ തീർത്തോണം. ഞാൻ നിന്റെ ഒന്നും വാങ്ങിയിട്ടില്ല, നിനക്കൊന്നും തരാനുമില്ല. അത് ശരി. അങ്ങോട്ട് 5 ജോക്കറോ? ആളെ പറ്റിക്കാനായിട്ട്. എടാ, അത് 12,000 ഉണ്ട്, നിനക്ക് 10 തരാനുള്ളൂ. അപ്പൊ നിനക്ക് കറക്റ്റ് ആയിട്ട് കണക്കല്ല ഓർമ്മയുണ്ടല്ലേ? എടാ, എന്റെ 2000. അത് പലിശ 5-6 മാസം ആയല്ലോ. ആൾക്കാരെ പറ്റിക്കാനായിട്ട് നീ ആരടാ? എഴുന്നേറ്റ് പോടാ. കായലിൽ നിന്ന് മീൻ പിടിക്കാൻ നിന്റെ പെർമിഷൻ വേണം. ഞാൻ ഇവിടെ മീൻ പിടിക്കുകയല്ലേ. ആ പാവപ്പെട്ട പെണ്ണ് അറബിയുടെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് അയക്കുന്ന കാശ. അവൻ ആലപ്പുഴയെ പോയി ചീട്ടുകളി. ഇവനൊക്കെ വെട്ടിവെച്ച് കൊല്ലണം. എന്റെ ഫോണ്. ഹലോ, ആണോ? ശരി 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 ശരി. എടാ, നിന്റെ ഭാര്യയുടെ വിസ റെഡി. എന്താ? എറണാകുളം ട്രാവൽസ് എന്നാ വിളിച്ചത്. ജയശ്രീയുടെ വിസ റെഡിയെന്ന്. ഇനി കാശ് കൊടുക്കുക, പറക്കുക. ഗോപു ചിക്കാൻ നറുക്കെടുപ്പ്. നിന്റെ ബെസ്റ്റ് ടൈമാ. വേണമെങ്കിൽ ഒരു ലോട്ടറി എടുത്തോ, ചിലപ്പോ അടിച്ചാലോ. ഇനി മുന്നേ നിന്നെ ഞാൻ അടിക്കും. എന്നാ അമ്മേ? മോളെ എങ്ങ വന്നേടി. അമ്മ എന്നാ പറ്റിയെന്ന് പറ. മാമച്ചൻ വിളിച്ചായിരുന്നു. അമ്മയുടെ ചക്കരയുടെ വിസ വന്നു. സത്യം. അമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ടടാ. വിമലേ, വിമലേ. എന്നാടി? എടി, ജയയുടെ വിസ വന്നു. അതെയോ? എപ്പോ? ഇന്ന്. ഇപ്പൊ മാമച്ചൻ വിളിച്ചു വെച്ചതേ ഉള്ളൂ. കോൾ അടിച്ചല്ലോ. അപ്പൊ നീ വിചാരിച്ച പോലെ കാര്യങ്ങളുമായി. ഞാനെങ്ങും പോകുന്നില്ല. പോണം. നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെക്കുറിച്ചുള്ള അവരുടെ ഒരേ ഒരു ആഗ്രഹമാണ്. അത് നീ സഹായിച്ചു കൊടുക്കണം. എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഈ സാധാരണ ഭർത്താക്കന്മാർ ദുബായിക്ക് പോകുമ്പോ ഭാര്യമാരല്ലേ കാത്തിരിക്കുക. ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ. താൻ ദുബായിക്ക് പോകുന്നു, ഞാനിവിടെ കാത്തിരിക്കുന്നു. അതെയോ? കാണിക്കും